നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യുക. കാരണം നമ്മൾ അവിടെ ആ ഒരു തുടക്കം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമുക്ക് സെയിൽ ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ല. കാരണം നമ്മൾക്ക് ആ 10,000 രൂപ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അത് വളരെ വലുതാണ്. നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് അത് സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം എന്നെപ്പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്. അപ്പം എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നമ്മളത് എന്ത് ബിസിനസ്സാകട്ടെ, ക്ലോത്തിങ് ബിസിനസ് ആയിക്കോട്ടെ, ജ്വല്ലറി ബിസിനസ് ആയിക്കോട്ടെ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ എടുത്ത് വെച്ചാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി നടന്നോളും. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ കാലങ്ങളോളം പ്ലാനിങ് മാത്രമേ നടക്കത്തുള്ളൂ, വേറൊന്നും നടക്കത്തില്ല. അപ്പം നമ്മൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ബേബിയുണ്ട്, എനിക്കൊരു വളരെ ചെറിയൊരു കുട്ടിയാണ്. അപ്പം അതിനോടൊപ്പം തന്നെ എനിക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുമോ, എന്തും വരട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്കൊരു ഒരു പ്രൗഡ് ഫീൽ എനിക്കിപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ എനിക്കുണ്ടായി. കാരണം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ നിന്ന് മനസ്സിലായത്. ഒരിക്കലും ഞാൻ 100% സക്സസ് ആയിട്ട് പോകുന്ന നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ദിവസങ്ങൾ മാത്രമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും അതിനകത്ത് നിന്ന് പ്രോഫിറ്റോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ നമ്മളൊരു സക്സസ്സിലേക്കാണ് പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ഇന്ന് ഓർഡർ കിട്ടി എന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് ഓർഡർ കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തേക്ക് എനിക്ക് ഓർഡർ വരുത്തില്ലായിരിക്കാം. പക്ഷേങ്കിൽ നമ്മളിടുന്ന എഫേർട്ട് അത് സത്യസന്ധമാണെങ്കിൽ ഈ റിസൾട്ട് നമുക്ക് നാളെയായാലും കിട്ടും. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ 100% നമ്മൾ നീതി പുലർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കസ്റ്റമറുമായിട്ടുള്ളൊരു ഇത് നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാൻ പാക്കിംഗ് വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു വന്നത്, വേറെ എന്തിലോട്ടൊക്കെയോ പോയി. അങ്ങനെ നമ്മളെല്ലാം ഓരോന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോയിൻ്റ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച അത്രയും എനിക്ക് പാക്കിംഗ് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബേബിയുള്ള കാരണം കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. നമുക്ക് പാക്കിംഗ് കവറാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഈ താങ്ക് യു സ്റ്റിക്കറും ഈ പാക്കിംഗ് കവറും എല്ലാം ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. സൈസ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പേന കൊണ്ട് എഴുതിയതാണ്. നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനൊരു പ്രിൻ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ലേബലോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്റ്റാർട്ടായിട്ടില്ല. കാരണം അതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറേശ്ശെ വെച്ചിട്ട് അങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാനേ എൻ്റെ സാഹചര്യത്തിൽ പറ്റത്തുള്ളൂ. അങ്ങനെ പോകുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാം നമ്മൾ വാരി കൂട്ടിയിട്ട് ഇരിക്കുന്നതിലും നല്ലത് നമുക്ക് കിട്ടുന്ന ഏണിങ്സിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പ്രോഡക്ട്സുമായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്.